ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനം. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ഒരു സാധാരണക്കാരിയായ യഹൂദ കന്യകയെ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മാതാവായി തൻ്റെ പുത്രനെ നോക്കി വളർത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തുവെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായത് സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന് പ്രീതികരമായ വിധം വളർന്നു വന്നത്? അത് മറ്റൊന്നുമായിരുന്നില്ല, അമ്മയുടെ ജീവിതം സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിഷ്ഠതയുമായിരുന്നു. ഈ 3 ഗുണങ്ങളും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്കും ചേർന്ന് നിൽക്കാം. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമാണ്. തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും. തൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായ തൻ്റെ ഏകപുത്രനെ ലോകത്തിന് ബഹിർഗണിക്കുവാൻ വേണ്ടി ദുഃഖമോ പരിഭവമോ പരാതിയോ ഒന്നും കൂടാതെ അത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി വിട്ടു നൽകുകയാണ് ചെയ്തത്. പിതാവായ ദൈവം ലോകത്തെ എപ്രകാരം സ്നേഹിച്ചുവോ അപ്രകാരം തന്നെ പരിശുദ്ധ കന്യകാമറിയവും ലോകത്തെ സ്നേഹിച്ചു. കർമ്മലിയ ഉത്തരീയം ധരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ അരൂപി, സമർപ്പണത്തിൻ്റെ അരൂപി, നിശബ്ദയുടെ അരൂപി നാം ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിൽ കൊണ്ട് പരിഭവപ്പെടാതെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് മറിയത്തെ പോലെ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് സ്വയം വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്നതുപോലെ ആ ഫലങ്ങളെല്ലാം ഞങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരിലും പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ദൈവസിരിസന്നിധിയിൽ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കടലായ പരിശുദ്ധ അമ്മേ, നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.